ഹായ് ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിനുള്ളിലെ ഫസ്റ്റ് മോഡ്യൂളുമായിട്ടാണ്. ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ റിസ്ക്. ആദ്യം നമുക്ക് മീനിങ് ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി നോക്കാം. റിസ്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ചാൻസ് ഓഫ് ലോസ് ഓർ ഡേഞ്ചർ. എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിസ്ക് എന്ന് പറയുന്നത്. അത് നമുക്കൊരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും, കൺട്രോൾ ചെയ്യാനും പറ്റും. സോ റിസ്ക് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആവാം അല്ലെങ്കിൽ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സും ആവാം. ഇനി എന്താണ് അൺസർട്ടനിറ്റി? ഇറ്റ് ഈസ് ദ ആബ്സെൻസ് ഓഫ് സർട്ടനിറ്റി ഓർ സംതിങ് വിച്ച് ഈസ് നോട്ട് നോൺ. നമുക്ക് വ്യക്തമായിട്ട് അറിവില്ല, ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി നമുക്ക് വ്യക്തമായിട്ടൊരു അറിവോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അൺസർട്ടനിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാനോ പ്രിവെൻറ്റ് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ നമുക്ക് റിസ്കിൻ്റെയും അൺസർട്ടനിറ്റിയുടെയും ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് അതാണ്. റിസ്ക് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ സാധിക്കും, പക്ഷേ അൺസർട്ടനിറ്റി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പ്രഡിക്റ്റ് ചെയ്യാനോ എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. അടുത്ത് നമുക്ക് ചാൻസസ് ഓഫ് ലോസ് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ പ്രോബിലിറ്റി ദാറ്റ് ആൻ ഇവൻറ്റ് വിൽ ഒക്കർ. സോ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള ഒരു പ്രോബിലിറ്റിയാണ്, ഒരു ചാൻസ് ഓഫ് ലോസ്, നഷ്ടം സംഭവിക്കാനുള്ളൊരു പ്രോബിലിറ്റിയാണ്. ഇത് സബ്ജക്റ്റീവ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്. സോ ഒബ്ജക്റ്റീവ് പ്രോബിലിറ്റി മീൻസ് it refers to estimating the likelihood that something will happen by using observations that we have recorded. അതായത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ ബേസിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ചാൻസ്, അതാണ് ഒബ്ജക്റ്റീവ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് സബ്ജക്റ്റീവ് പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പേഴ്സണൽ നോളജിൻ്റെ ബേസിൽ പറയുന്നതാണ്. ഇറ്റ് ഈസ് എ ഗെസ് വിച്ച് വി ബേസ് ഓൺ എ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇറ്റ് വിൽ ഡിഫർ ഫ്രം എ പേഴ്സൺ ടു പേഴ്സൺ. ഓക്കെ, ഇനി ലോസ് ഫോർകാസ്റ്റിംഗ് എന്താണ്? പ്രഡിക്റ്റിംഗ് ഫ്യൂച്ചർ ലോസസ് ത്രൂ ആൻ അനാലിസിസ് ഓഫ് പാസ്റ്റ് ലോസസ് ഈസ് കോൾഡ് ഫോർകാസ്റ്റിംഗ്. ഒരു ഓർഗനൈസേഷൻ ഫേസ് ചെയ്യാൻ പോകുന്ന റിസ്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഫോർകാസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ അനലൈസസ് ഇറ്റ്സ് ഫ്രീക്വൻസി ആൻഡ് സിവിയാരിറ്റി. അപ്പോൾ ഫ്രീക്വൻസിയും സിവിയാരിറ്റിയും കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തൊരു പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ലോസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് പാസ്റ്റ് ഡേറ്റയുടെ ബേസിസിലാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. പക്ഷേ എന്ന് കരുതി ഒരു ഗ്യാരണ്ടി ഇല്ല, കാര്യം പാസ്റ്റിൽ സംഭവിച്ച പോലെ തന്നെയാണ് ഇനി ഫ്യൂച്ചറിൽ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. സോ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്സ് എന്താണെന്ന് നോക്കാം. പ്രോബിലിറ്റി അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ലോസ് ഡിസ്ട്രിബ്യൂഷൻ. So first one, probability analysis. It is a technique used by the risk managers for forecasting future events. So ഈ പ്രോബിലിറ്റി അനാലിസിസിനുള്ളിൽ ഈ റിസ്ക് മാനേജർ ആ ഓർഗനൈസേഷനുള്ളിലെ ഹിസ്റ്റോറിക്കൽ ഡേറ്റാസ് എല്ലാം നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അടുത്ത് വരുന്നത് റിഗ്രഷൻ അനാലിസിസ് ആണ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഒന്നിൽ കൂടുതലോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് അത് നോക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഫോർ പ്രഡിക്റ്റിംഗ് വൺ വേരിയബിൾ ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. And last one, forecasting based on loss distribution. It shows a probability distribution of loss occurring during the future period. So ഒരു റിസ്ക് മാനേജറിന് എല്ലാ പാരാമീറ്റേഴ്സിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വ്യൂ ഉണ്ടായിരിക്കണം. അത് ഫ്രീക്വൻസിയും സിവിയാരിറ്റിയൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതിനുള്ളിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ലോസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റിസ്ക് ആണ്. ടൈപ്സ് ഓഫ് റിസ്കിനുള്ളിൽ 10 ടൈപ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിന് ജസ്റ്റ് ഒന്ന് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊന്ന് കാറ്റഗറൈസ് ചെയ്യാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന കീവേഡ് എന്ന് പറയുന്നത് പോപ്പോ ഫെസ് എഫ് എസ് എന്നാണ്. പോപ്പോ ഫെസ് എഫ് എസ്, പോപ്പോ POPO, ഫെസ് FESS ആൻഡ് FS. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 3 കാറ്റഗറിയുടെയും ഫസ്റ്റ് ലെറ്റേഴ്സിന് വീണ്ടും സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. ഓക്കെ, സോ 3 കാറ്റഗറി ഉണ്ട്. ഈ 3 കാറ്റഗറിയിലെയും ഫസ്റ്റ് ലെറ്റേഴ്സിന് സബും വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഓരോന്നിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പോപ്പോ. പോപ്പോയുടെ P സ്റ്റാൻഡ്സ് ഫോർ പ്യുവർ റിസ്ക്, O stands for objective risk, and next P stands for particular risk, and O stands for operational risk. ഇതാണ് ഫസ്റ്റ് കാറ്റഗറി. ആൻഡ് സെക്കൻഡ് കാറ്റഗറി FES. ഇതിൽ F stands for fundamental risk, E stands for enterprise risk, S stands for speculative risk, and the next S stands for subjective risk. അടുത്ത കാറ്റഗറി FS ആണ്. അല്ല, F stands for financial risk and S stands for strategic risk. സോ ആദ്യം നമുക്ക് ഫസ്റ്റ് കാറ്റഗറി നോക്കാം, പോപ്പോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ കാറ്റഗറിയിലെയും ഫസ്റ്റ് ലെറ്ററിനുള്ളിൽ സബ് വരുന്നുണ്ടെന്ന്. പ്യുവർ റിസ്ക് എന്ന് പറയുമ്പോൾ ഈ റിസ്ക് ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും ലോസ് മാത്രമായിരിക്കും കൊണ്ടുവരുന്നത്, പ്രോഫിറ്റ് അവിടെ ഉണ്ടാവത്തില്ല. എല്ലാ പോസിബിൾ ഔട്ട്കംസും അവിടെ കുറച്ച് ഹാംഫുൾ ആയിരിക്കും. ഇതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, പ്രോപ്പർട്ടി റിസ്ക്. ദിസ് ഈസ് ദ റിസ്ക് ടു എ പേഴ്സൺ ഇൻ പൊസിഷൻ ഓഫ് എ പ്രോപ്പർട്ടി. സോ ചില പ്രോപ്പർട്ടിയുടെ പൊസിഷൻ മൂലം ഉണ്ടാകുന്ന റിസ്ക്കാണ് പ്രോപ്പർട്ടി റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ മൂവബിൾ ആവാം അല്ലെങ്കിൽ ഇമ്മൂവബിൾ പൊസിഷനും ആവാം. സെക്കൻഡ് വൺ, പേഴ്സണൽ റിസ്ക്. ഇത് ഡയറക്റ്റായിട്ട് ഒരാളുടെ ഇൻകത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. സോ ഏൺഡ് ഇൻകത്തിൻ്റെ ലോസ് ആവാം അല്ലെങ്കിൽ എക്സ്ട്രാ എക്സ്പെൻസസ് ആവാം. സോ അങ്ങനെ ഇൻകത്തിനെ ബേസ് ചെയ്യുന്ന റിസ്ക്കാണ്
പേഴ്സണൽ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല രീതിയിൽ സംഭവിക്കാം. ചിലപ്പോൾ പ്രീമെച്യൂർ ഡെത്ത് മൂലമാവാം, അല്ലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് ഇൻകം ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ അങ്ങനെ ആവാം, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണം, പുവർ ഹെൽത്ത്, അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം സംഭവിക്കാം. പ്യുവർ റിസ്കിനുള്ളിൽ അടുത്ത് പറയുന്നത് ലയബിലിറ്റി റിസ്ക് ആണ്. ദിസ് റിസ്ക് അറൈസ് ടു എ പേഴ്സൺ ഡ്യൂ ടു ദ നെഗ്ലിജൻസ് ഓഫ് അനദർ പേഴ്സൺ. സോ ഒരു പേഴ്സൻ്റെ ആക്ടിവിറ്റി മറ്റൊരു പേഴ്സണെ ഹാർംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ് ലയബിലിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ചില ഗവൺമെൻറ് ആക്ട്സ് അല്ലെങ്കിൽ റെഗുലേഷൻ മൂലവും ഇത് സംഭവിക്കാം. ആൻഡ് പ്യുവർ റിസ്കിൻ്റെ ലാസ്റ്റ് വൺ ലോസ് ഓഫ് ഇൻകം റിസ്ക് ആണ്. ഇതെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ലോസ് ഫ്രം എ സർട്ടൻ ഗിവൺ റിസ്ക്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വളരെ എളുപ്പത്തിന് പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു COVID-19 പശ്ചാത്തലത്തിൽ ഒരുപാട് പ്രൊഡക്ഷൻ ഫേംസ് കമ്പനീസൊക്കെ അടച്ചിട്ടേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്കുണ്ടായ നഷ്ടങ്ങളൊക്കെയാണ് ഇതിനുള്ളിൽ വരുന്നത്. സോ ഫസ്റ്റ് കാറ്റഗറി ഇപ്പോൾ പോലെ ആദ്യത്തെ ലെറ്റർ P പ്യുവർ റിസ്ക് കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് ലെറ്റർ O വിച്ച് സ്റ്റാൻഡ്സ് ഫോർ ഒബ്ജക്റ്റീവ് റിസ്ക്. ഒബ്ജക്റ്റീവ് റിസ്ക് ഈസ് ദ വേരിയേഷൻ ഓഫ് ആക്ച്വൽ എമൗണ്ട് ഓഫ് ലോസസ് ദാറ്റ് ഒക്കർ ഓവർ എ പീരിയഡ് ഓഫ് ടൈം കമ്പയർഡ് ടു ദ എക്സ്പെക്റ്റഡ് എമൗണ്ട് ഓഫ് ലോസസ്. അതായത് ആക്ച്വൽ എമൗണ്ട് ഓഫ് ലോസിൻ്റെയും എക്സ്പെക്റ്റഡ് എമൗണ്ട് ഓഫ് ലോസിൻ്റെയും ആ ഒരു വേരിയേഷനാണ് ഒബ്ജക്റ്റീവ് റിസ്കിനുള്ളിൽ പറയുന്നത്. നമ്പർ ഓഫ് എക്സ്പോഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതും ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് P ഫോർ പെർട്ടിക്കുലർ റിസ്ക്. Exposure to a loss from a situation associated with specific individual events like robbery, theft, break-in, fire. അങ്ങനെയൊക്കെയുള്ള റിസ്ക്കാണ് പെർട്ടിക്കുലർ റിസ്ക്. ഇത് കൂടുതലും ഇൻഷുറൻസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിസ്ക് ആണ്. ഇപ്പോൾ ഫയർ ഇൻഷുറൻസ് ഒക്കെ നമുക്ക് എടുക്കാമല്ലോ. ഇത് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ മാത്രമേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ, ഒരുപാട് ആൾക്കാരെ ഇത് അഫക്റ്റ് ചെയ്യത്തില്ല. ആൻഡ് പോപ്പോയുടെ ലാസ്റ്റ് O സ്റ്റാൻഡ്സ് ഫോർ ഓപ്പറേഷണൽ റിസ്ക്. ഒരു ഓർഗനൈസേഷനുള്ളിലെ ഇൻറ്റേർണൽ റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസ്ക്കാണ് ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലോസ് ഫ്രം മെഷീൻ ഫെയിലർ, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കീ എംപ്ലോയീസ് ഡിസാറ്റിസ്ഫാക്ഷൻ മൂലം അവിടെ നിന്ന് പോവുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേനുമാണ് ഓപ്പറേഷണൽ റിസ്ക് ഉണ്ടാകുന്നത്. ഇത് കൺട്രോളബിൾ നേച്ചറാണ്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് കാറ്റഗറി പോപ്പോ. ഇനി സെക്കൻഡ് കാറ്റഗറിയിൽ കിടക്കുകയാണ് ഫെസ്. ഫസ്റ്റ് F. F stands for fundamental risk. So this is a exposure to loss which affect a large group of people. അല്ലെങ്കിൽ ഒരു വലിയ ഏരിയ എഫക്റ്റ് ചെയ്യുന്നതാണ് ഫണ്ടമെൻ്റൽ റിസ്ക് എന്ന് പറയുന്നത്. സോ ഈ ഫണ്ടമെൻ്റൽ റിസ്ക് എന്ന് പറയുന്നത് അടുത്ത കാറ്റഗറിയിലെ ഫസ്റ്റ് വേർഡാണ്. പക്ഷേ ഇതിന് സബ് ക്ലാസിഫിക്കേഷൻ ഇല്ല. പക്ഷേ ഇത് കോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള രണ്ട് കാറ്റഗറി വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ബൈ നാച്ചുറൽ ഫിനോമിനൻ ലൈക്ക് എർത്ത് ക്വേക്ക് ഓർ എനി ഡിസാസ്റ്റേഴ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സോഷ്യൽ ഫിനോമിനൻ ആണ്. ലൈക്ക് ഇൻഫേഷൻ ആവാം, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു ഇതുപോലത്തെ എന്തെങ്കിലും പാൻഡമിക് വൈറസിനെ കാരണമാവാം. ഓക്കെ, അപ്പോൾ അതാണ് സോഷ്യൽ ഫിനോമിനൻ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഇൻ ദിസ് കാറ്റഗറി ഈസ് എൻ്റർപ്രൈസ് റിസ്ക്. ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾസിനെ ബാധിക്കുന്ന ടൈപ്പ് ഓഫ് റിസ്ക് ആണ് എൻ്റർപ്രൈസ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് ഫേം ഫേസ് ചെയ്യുന്ന എല്ലാ മേജർ റിസ്ക്കും ഇതിനുള്ളിൽ വരുന്നതാണ്. അടുത്തത് സ്പെക്കുലേറ്റീവ് റിസ്ക് ആണ്. ഫെസ്സിൻ്റെ ആദ്യത്തെ S, സ്പെക്കുലേറ്റീവ് റിസ്ക്. ഇറ്റ് ഡിസ്ക്രൈബ്സ് എ സിറ്റുവേഷൻ വെയർ ദെയർ ഇസ് എ പോസിബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ദാറ്റ് ഈസ് ഗെയിൻ ആൻഡ് ലോസ്. ദാറ്റ് ഈസ് മൂന്ന് സിറ്റുവേഷൻ വരുന്നത്. ഒന്നുകിൽ ലോസ്, അല്ലെങ്കിൽ നോ ലോസ്, അല്ലെങ്കിൽ പ്രോഫിറ്റ്, ദാറ്റ് ഈസ് ഗെയിൻ. ഇതിൻ്റെ എക്സാമ്പിൾ ഗാംബ്ലിംഗ് ഓൺ ഹോൾസേഴ്സ്, ഇൻവെസ്റ്റിംഗ് ഇൻ എ സ്റ്റോക്ക് മാർക്കറ്റ് എക്സെട്ര. ഇത് കൺട്രോളബിൾ റിസ്ക്കുമാണ്, ഇൻഷുറൻസ് എടുക്കാവുന്നതുമാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഇൻ ദിസ് കാറ്റഗറി ഈസ് സബ്ജക്റ്റീവ് റിസ്ക്. ഒരു ഇൻഡിവിജ്വലിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സിവിയറിറ്റി ഓഫ് എക്സ്പീരിയൻസിൻ്റെ ബേസിൽ കണക്കാക്കുന്ന റിസ്ക്കാണ് സബ്ജക്റ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. സോ ഇത് ഓരോ ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത്രയായിരുന്നു സെക്കൻഡ് കാറ്റഗറി. ആൻഡ് നൗ വി ആർ മൂവ് ടു അവർ തേർഡ് കാറ്റഗറി FS. F സ്റ്റാൻഡ്സ് ഫോർ ഫൈനാൻഷ്യൽ റിസ്ക്. ഫൈനാൻഷ്യൽ റിസ്ക് എന്ന് പറയുമ്പോൾ ഒരു ഫേമിൻ്റെ ഇന്നബിലിറ്റിയാണ്, അതായത് ഡെറ്റ്സ് ഒന്നും പേ ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരു ഇന്നബിലിറ്റി വരുന്ന സിറ്റുവേഷനാണ് ഈ ഫൈനാൻഷ്യൽ റിസ്കിനുള്ളിൽ വരുന്നത്. ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ നമ്മൾ കടം, അതായത് ഈ കമ്പനി അല്ലെങ്കിൽ ഫേം കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് പേ ഓഫ് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക്കാണ് ഫൈനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. Financial risk is the potential loss incurred by an investor when investing in a business that uses borrowed money. So ഈ കാറ്റഗറിയുടെ ഫസ്റ്റ് വേർഡ് ആയതുകൊണ്ട് തന്നെ ഈ ഫൈനാൻഷ്യൽ റിസ്കിനെ ഇനി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ഫൈനാൻഷ്യൽ റിസ്ക് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു 4. ഫസ്റ്റ് വൺ പ്രൈസ് റിസ്ക്. ഇതെന്ന് പറയുമ്പോൾ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന റിസ്ക്കാണ് പ്രൈസ് റിസ്ക് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് വൺ ക്രെഡിറ്റ് റിസ്ക്. ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ ദ പോസിബിലിറ്റി ഓഫ് എ ലോസ് റിസൾട്ടിംഗ് ഫ്രം എ ബോറോവേഴ്സ് ഫെയിലർ ടു റീപേ ലോൺ ഓർ മീറ്റ് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ്. അതായത് ഒരു ബോറോവറിന് ഈ ലോൺ എടുത്ത എമൗണ്ട് റീപേ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിസ്ക്കാണ് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇതെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ റേറ്റിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂവിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനാൻഷ്യൽ റിസ്കിലെ ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻ്റെ ബേസിസിൽ ഉണ്ടാകുന്ന റിസ്ക്കാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. ഇത്രയാണ് ഫൈനാൻഷ്യൽ റിസ്ക്. ഇനി നമ്മുടെ ലാസ്റ്റ് കാറ്റഗറിയായ FSനുള്ളിലെ ലാസ്റ്റ് വേർഡ് S, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ സ്ട്രാറ്റജിക് റിസ്ക്. ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് പ്ലാനിൽ നിന്ന് സംഭവിക്കുന്ന റിസ്ക്കാണ് സ്ട്രാറ്റജിക് റിസ്ക് എന്ന് പറയുന്നത്. അതായത് നല്ലൊരു കറക്റ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന റിസ്ക്കാണ് സ്ട്രാറ്റജിക് റിസ്ക് എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ ബിസിനസ് റിസ്ക്കും വരാം, അല്ലെങ്കിൽ നോൺ ബിസിനസ് റിസ്ക്കും വരാം.
ഇത്രയുമാണ് ടൈപ്സ് ഓഫ് റിസ്ക്. ഓർത്തിരിക്കുക, പോപ്പോ, ഫെസ്, എഫ്എസ്. ഇനി നമുക്ക് കാറ്റഗറൈസേഷൻ ഓഫ് റിസ്ക് നോക്കാം. സോ ഒരു റിസ്ക് മാനേജർ ഒരു ഓർഗനൈസേഷൻ്റെ റിസ്ക് പ്രൊഫൈലൊക്കെ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് കാറ്റഗറൈസേഷൻ ഓഫ് റിസ്ക് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനുള്ളിൽ സംഭവിക്കുന്ന റിസ്കിനെ കാറ്റഗറൈസ് ചെയ്യുകയാണ്. അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ റെമഡിയൽ മെഷേഴ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ റിസ്കിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്, അതായത് റിസ്ക് മാനേജർ അതിൻ്റെ റിസ്കിനെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് കാറ്റഗറൈസേഷൻ ഓഫ് റിസ്ക് എന്ന് പറയുന്നത്. നല്ലൊരു രീതിയിൽ നമ്മൾ ഈ റിസ്കിനെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഓർഗനൈസേഷനിൽ സംഭവിക്കുന്ന റിസ്കിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ റിസ്കിൻ്റെ എഫക്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ റിസ്കിനെ നമുക്ക് 3 കാറ്റഗറൈസ് ചെയ്യാം: ഇൻറ്റേർണൽ റിസ്ക്, സ്ട്രാറ്റജിക് റിസ്ക് ആൻഡ് എക്സ്റ്റേണൽ റിസ്ക്. ഇൻറ്റേർണൽ റിസ്ക് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനുള്ളിൽ വരുന്ന കൺട്രോളബിൾ റിസ്ക് ആണ് എന്ന് കരുതി ഈ ഇൻറ്റേർണൽ റിസ്കിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി സ്ട്രാറ്റജിക് റിസ്ക് എന്ന് പറയുമ്പോൾ ഇത് ഒരു ഓർഗനൈസേഷൻ വോളണ്ടറി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിസ്ക് ആണ് സ്ട്രാറ്റജിക് റിസ്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ റിട്ടേൺ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് നമ്മൾ എടുത്തേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ എടുക്കുന്ന റിസ്ക് ആണ് സ്ട്രാറ്റജി റിസ്ക് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് എക്സ്റ്റേണൽ റിസ്ക്. ഇൻറ്റേർണൽ റിസ്കിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നെക്സ്റ്റ് വരുന്നത് മെത്തേഡ്സ് ഓഫ് ഹാൻഡ്ലിംഗ് റിസ്ക് ആണ്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ഹാൻഡ്ലിംഗ് റിസ്ക് എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ സെയിം കണ്ടൻറ്റ് തന്നെയാണ്. ഓൾറെഡി ഞാൻ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി കാണുക. സെയിം കണ്ടൻറ്റ് തന്നെയാണ് ഇതിനുള്ളിലും വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. ഫൈനാൻഷ്യൽ അനാലിസിസ് ഇൻ റിസ്ക് മാനേജ്മെൻറ്റ് ഡിസിഷൻ. ഒരു റിസ്ക് മാനേജർ ഒരുപാട് റിസ്ക് എടുക്കേണ്ടിയുണ്ട്. അതായത് ഒരു ഓർഗനൈസേഷനിലെ ലോസ്, എക്സ്പോഷേഴ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്ത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് തന്നെ മിനിമൈസ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയിട്ട്, ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഒരുപാട് ഡിസിഷൻ എന്ത് ചെയ്യണം, ഒരു റിസ്ക് മാനേജർ എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് റിസ്ക് മാനേജർ ഫൈനാൻഷ്യൽ അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്. ദ റിസ്ക് മാനേജർ ഷുഡ് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി ഇൻ ഡിസിഷൻ ഇൻവോൾവിങ് ക്യാഷ് ഫ്ലോ. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി റിസ്ക് മാനേജർ കൺസിഡർ ചെയ്യണം. എന്താണ് ടൈം വാല്യൂ ഓഫ് മണി? ഇറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ദാറ്റ് മണി റിസീവ്ഡ് ടുഡേ ഈസ് വർത്ത് മോർ ദാൻ ദ മണി റിസീവബിൾ ബൈ ടുമോറോ. അതായത് ടൈം പാസ് ചെയ്യുന്നതനുസരിച്ച് മണിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Considering the time value of money, it involves the following. Considers the interest earning capacity of money. A present value is converted to future value by compounding. A future value is converted to a present value through discounting. ഇത്രയും കാര്യങ്ങളാണ് ടൈം വാല്യൂ ഓഫ് മണിയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനുള്ളിൽ ശ്രദ്ധിക്കേണ്ട 3 വേർഡ്സ് ആണ് റിസ്ക് കോസ്, റിസ്ക് ഇവൻറ്റ് ആൻഡ് എഫക്റ്റ്. എന്താണ് റിസ്ക് കോസ്? ദ കോസ് ബിഹൈൻഡ് എ പെർട്ടിക്കുലർ ഇവൻറ്റ് which should be identified in order to prevent its occurrence in future. And risk event is a possibility that an unforeseen event will negatively affect a company, industry or a firm. So ഈ ഒരു പാർട്ടിലാണ് അൺസർട്ടനിറ്റി വരുന്നത്. And what is effect? This is the potential outcome of an event. So ഈ 3 വേർഡ്സ് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ലാസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ബർഡൻ ഓഫ് റിസ്ക് ഓൺ സൊസൈറ്റി. എല്ലാ റിസ്ക്കും ഒരു എക്കണോമിക് ലോസ് അല്ലെങ്കിൽ സോഷ്യൽ പെയിനിനെ റിസൾട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ എന്തെങ്കിലും നഷ്ടം വന്നത് പൂട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു എക്കണോമി ഫുൾ അത് ബാധിക്കുമല്ലേ. ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ അവിടെ കുറയുകയാണ്. സോ 3 മേജർ ബേർഡൻസ് ആണ് ഇതിനുള്ളിൽ വരുന്നത്, സോഷ്യൽ ബേർഡൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ, ലാർജ് എമർജൻസി ഫണ്ട്. ഒരു ഇൻഡിവിജ്വൽ ആയാലും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയാലും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന റിസ്കിനെ കവറപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ഫണ്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കണം അല്ലേ. ചിലപ്പോൾ എല്ലാ കേസിലും നമ്മൾ ഇൻഷുറൻസ് എടുക്കണമെന്നില്ല. അപ്പോൾ അത്രയും കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് എമൗണ്ട് നമ്മൾ കരുതിയിരിക്കണം. സോ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കണം. രണ്ടാമത്തെ ബർഡൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് സർട്ടൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഒരു റിസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചു, അവർക്ക് അവരുടെ പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ പ്രൊഡക്ഷൻ കുറയാണ്. അപ്പോൾ അതെന്താണ്, അവിടെ ലോസ് ആണല്ലേ. സൊസൈറ്റിയെ സംബന്ധിച്ച് ആ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ആ ഒരു സർവീസിൻ്റെ അവൈലബിലിറ്റി എന്താണ്, അവിടെ കുറയുകയാണ്. ആൻഡ് ലാസ്റ്റ് ബർഡൻ എന്ന് പറയുന്നത് മെൻ്റൽ വറി ആൻഡ് ഫിയർ, നമുക്ക് ഭയം മൂലം ഉണ്ടാകുന്നത്. സോ റിസ്ക് എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരിലും, അതിപ്പോൾ ഒരു ബിസിനസ് മാൻ തന്നെ ആവണമെന്നില്ല, ആർക്ക് വേണമെങ്കിലും എന്തുണ്ടാവും, ഒരുപാട് പേടി, ഭയവും വറിയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട അൺസർട്ടനിറ്റിയുടെ ബേസിൽ ഒരുപാട് ഫ്രസ്ട്രേഷനൊക്കെ നമുക്കുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിപ്പ വൈറസ് വന്നിരുന്നു. നിപ്പ വൈറസ് വന്നപ്പോൾ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ബാറ്റ്സ് ആണ്, വവ്വാലിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എല്ലാവരും പേരയ്ക്ക മേടിക്കാൻ മടിച്ചു. അപ്പോൾ ഈ പേരയ്ക്കൊക്കെ കച്ചവടം നടത്തുന്ന ഈ വഴിയോര കച്ചവടക്കാർക്ക് ഭയങ്കര ഒരു നഷ്ടമായിരുന്നു. കാര്യം ഫ്രൂട്ട്സ്, പേരയ്ക്ക മാത്രമല്ല ഒരുപാട് ഫ്രൂട്ട്സ് ആരും മേടിക്കാത്തൊരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു അത്. സോ അത്തരത്തിലുള്ള വറീസ് ആൻഡ് ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിക്ക് ഒരു ബേർഡൻ ആവാറുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിനുള്ളിൽ ഫസ്റ്റ് മോഡ്യൂളിനുള്ളിൽ വരുന്നത്. സോ ലെറ്റ്സ് കൺക്ലൂഡ് അവർ ടോപ്പിക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ആദ്യം മീനിങ് ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി പറഞ്ഞു. ചാൻസ് ഓഫ് ലോസ് ഓർ എക്സ്പോഷർ ടു ഡേഞ്ചർ ആണ് നമ്മൾ റിസ്ക് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അൺസർട്ടനിറ്റി, നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് എന്തുണ്ടാവില്ല, ഒരു ധാരണ ഉണ്ടാവില്ല. ആബ്സെൻസ് ഓഫ് സെർട്ടനിറ്റിയാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചാൻസ് ഓഫ് ലോസ് പറഞ്ഞു, അതിനുള്ളിൽ ഒബ്ജക്റ്റീവ് പ്രോബിലിറ്റിയും സബ്ജക്റ്റീവ് പ്രോബിലിറ്റിയും നോക്കി. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ലോസ് ഫോർകാസ്റ്റിംഗ് ആണ്. അതിനുള്ളിൽ 3 മെത്തേഡ് പറഞ്ഞു: പ്രോബിലിറ്റി അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസ്
ആൻഡ് ഫോർകാസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ലോസ് ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് റിസ്ക് ആയിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ ഒരു കീവേഡ് അസൈൻ ചെയ്തായിരുന്നു, പോപ്പോ, ഫെസ്, എഫ് എസ് എന്ന് പറയുന്ന കീവേഡ്. അപ്പോൾ ഈ കീവേഡിലെ ഓരോ കാറ്റഗറി, അതായത് 3 കാറ്റഗറിയാണല്ലോ, പോപ്പോ, ഫെസ് ആൻഡ് എഫ് എസ്. അപ്പോൾ ഈ 3 കാറ്റഗറിയിലെ ഫസ്റ്റ് ലെറ്റേഴ്സിന് നമുക്ക് വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കാറ്റഗറൈസേഷൻ ഓഫ് റിസ്ക് ആണ്. അതിനുള്ളിൽ 3 കാറ്റഗറി പറഞ്ഞു, ഇൻറ്റേർണൽ റിസ്ക്, സ്ട്രാറ്റജിക് റിസ്ക് ആൻഡ് എക്സ്റ്റേണൽ റിസ്ക്. ആൻഡ് മെത്തേഡ്സ് ഓഫ് ഹാൻഡ്ലിംഗ് റിസ്ക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ള വീഡിയോ ആണ്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഫൈനാൻഷ്യൽ അനാലിസിസ് ഇൻ റിസ്ക് മാനേജ്മെൻറ്റ് ഡിസിഷൻ. അതിനുള്ളിൽ ടൈം വാല്യൂ ഓഫ് മണിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ 3 വേർഡ്സ് പറഞ്ഞു, റിസ്ക് കോസ്, റിസ്ക് എഫക്റ്റ് ആൻഡ് ഇവൻറ്റ്. പിന്നെ നമ്മൾ 3 വേർഡ്സ് പറഞ്ഞു, റിസ്ക് കോസ്, റിസ്ക് ഇവൻറ്റ് ആൻഡ് എഫക്റ്റ്. ആൻഡ് ലാസ്റ്റ് നമ്മൾ എത്തിയത് ബർഡൻ ഓഫ് റിസ്ക് ഓൺ സൊസൈറ്റിയാണ്. അതിനുള്ളിൽ ലാർജ് എമർജൻസി ഫണ്ട് പറഞ്ഞു, ലോസ് ഓഫ് സർട്ടൻ ഗുഡ്സ് ആൻഡ് സർവീസ് പറഞ്ഞു, മെൻ്റൽ വറി ആൻഡ് ഫിയർ പറഞ്ഞു. So we have successfully completed the first module of risk management and derivatives. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ please like, comment and share. Also make sure that you are a subscriber of my channel and press the bell icon to get notified. Thank you.